അത് പുതപ്പ് വരച്ചു അല്ലേ? പുതപ്പിന്റെ ഇടയിൽ ഞാനും നീയും ജിസയില്. ഞാൻ നിർത്തി പോവാണ്. ഇത് വരയ്ക്കാൻ പറ്റില്ല ഏറ്റവും ബെസ്റ്റ് പിക്ചർ. What a bad artist. Like for fun, no. ഇത് നോക്കിക്കേ, ഇങ്ങോട്ട് ഇത് സോഫ ആണ്. ഇതിന്റെ ഒരു മീൻ പോയിട്ട് ആ മീൻ താഴെ ചത്തുപോയി. ആരുമില്ല എന്റെ വീട്ടില്. അനുമോൾ കണ്ണുനീർ. അനുമോൾ ആ മുടി ശരിയല്ല. മേക്കപ്പ് ആണത്. ഇനി ഇതുവരെ എന്നോട് ബ്യൂട്ടി കണ്ട ഞാൻ ഇത്ര നല്ലതായിട്ട് നിന്റെ മുടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡില്ല. മറ്റേ ഞാൻ മൊട്ട हम तेरे बिन अब रह नहीं सकते तेरे बिना क्या वजूद मेरा. വളരെ സിമ്പിൾ സെഗ്മെന്റ് പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും അവിടുത്തെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും നല്ല ബോധ്യമുണ്ട് ആരെന്താണെന്നുള്ള സംഭവം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പേര് കിട്ടും കണ്ടസ്റ്റൻസിന്റെ. പക്ഷെ ആ പേര് പറയാൻ പറ്റില്ല. ആ ക്യാരക്ടറിനെ ആളെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കാം. ഓക്കെ, ആ വരച്ചിട്ട് ആള് ഗസ് ചെയ്യണം. റെഡി? ജിസേലിന് കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ, യെസ്. അപ്പോൾ 2 പേരിലും സ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പേരെടുക്കാം. അതിൽ ഓരോ നിങ്ങളുടെ കണ്ടസ്റ്റന്റിന്റെ പേരുണ്ടായിരിക്കും. അത് ആരാണ് തോന്നുന്നത് പേര് എഴുതരുത്, ഡ്രോ ചെയ്യണം. എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൂ. ഓക്കെ. പക്ഷെ എഴുതരുത്. What are you writing it? I was writing the things he told to you. Drawing, no? Wait here. Same person will come back the same way and walk in one way. ഇതെന്നതാണ്? അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് വരച്ച് അതിൽ നിന്ന് മനസ്സിലാക്കണം. മീൻ വെള്ളത്തിന്റെ അകത്ത് അല്ല, ഇത് റോഡാ. മാഞ്ഞു പോയാ? ഇത് വഴി, സോഫ. അയ്യോ, അതാ ഇങ്ങനത്തെ സോഫ ആണ്. What a bad artist. Like for fun, no. ഇത് നോക്കിക്കേ, ഇത് സോഫ ആണ്. ഇതിന്റെ ഒരു മീൻ പോയിട്ട് ആ മീൻ താഴെ ചത്തുപോയി. അല്ല, ഉദ്ദേശിച്ചത് ഞാൻ ചിന്തിക്കട്ടെ വേറെ. മീൻ സോഫ ചത്ത. മുടി, കണ്ണ്, മൂക്ക്. ഇതാരുടെ പോലെയാണ് ഇരിക്കണേ? മീശ. ഷാനവാസാണ്. ഷാനവാസ് അല്ലാതെ മീശ. അനീഷ. കറക്റ്റ്. ഓക്കെ, എന്തായിരുന്നു ഈ മീശ? പുള്ളിക്കും ഷാനവാസിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വെച്ചിട്ട് പിടിച്ചാണ്. കിട്ടിയത് ആരൊക്കെയായിരുന്നു? കാർഡ് കാണിച്ച് ഷാമി. അനീഷ്. യെസ്, അനീഷായിരുന്നു. ഓക്കെ, ഇത് മീൻ എങ്ങനെ ചത്ത? ആദ്യം ഇത് മീനൊന്നല്ല, ഇത് മറ്റേ അവൻ സോഫ എന്തിനായിരുന്നു? അല്ല, ഇത് മറ്റേ നടക്കുന്ന വഴി. പുള്ളി അപ്പ് ആൻഡ് ഡൗൺ നടന്നുകൊണ്ടിരിക്കും ഒരു സ്ഥലത്ത്. ഓ, ഈ ജന്മത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. നിന്റെ അത് കാണട്ടോ കേട്ടോ. ഓക്കെ, ഇനി വരച്ചോളൂ. എന്റെ അഭിപ്രായത്തിൽ ഷാനവാസ് തന്നെ ആയിരിക്കും അല്ലേ? നിന്റെ ചിരി കണ്ട എനിക്ക് മനസ്സിലായി. ഉഫ് എന്ന് അല്ലേ? അല്ല, ഹാർട്ട്. അക്ബറ. എന്ത് ബോണ്ടയാ? ഹാർട്ടുള്ള മുഖം. ലവ്. ഒന്ന് കാണിച്ച് ബോർഡ് തിരിച്ച്. ഓക്കെ, തിരിച്ച് കണ്ടില്ല കുറച്ചുകൂടെ. ഓക്കെ, ആ ഇതെന്താ? ഓക്കെ, കവി എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, എന്താ കിട്ടി? മീശ, ഷാനവാസ്. ഇതിപ്പോ ഇത്രയും വരച്ചിട്ട് പറഞ്ഞില്ലേ? പക്ഷെ അതില് ഒരു കാര്യമില്ലല്ലോ, ചിരി കണ്ട മനസ്സിലായി. ഇതെന്ത് സംഭവം? ഇത് ഹാർട്ട്. പുള്ളി ഒരു സ്നേഹമുള്ള ആളായിരുന്നു. നെക്സ്റ്റ് എടുത്തോ.
ചിരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഷാനവാസം. അതെങ്ങനെയുണ്ട്? ആ ഓക്കെ അയ്യ എന്ത് ഈസി ആയത്. ആണോ? പിന്നെ അനുമോൾ തിരിച്ച് കണ്ണുനീർ. അനുമോൾ ആ മുടി ശരിയല്ല, പക്ഷെ മുടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെ മതി മുടി. ഓക്കെ ലോങ് ഹെയർ അല്ലേ? മതി എന്റെ പൊന്നു. മനസ്സിലായില്ലേ നിനക്ക്? ഷ്യോ ആരുമില്ല എന്റെ വീട്ടില്. ആര് കിടല ആക്ടറാണ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. എന്തത് മുട്ടയാ? മിണ്ടാതിരിക്കുക. സരിക ചേച്ചി. അതെന്താ കാരണം? അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. മിണ്ടാതിരിക്കുക. നിങ്ങളൊക്കെ സ്മാർട്ടാട്ടാ. ലെസ്ബിയൻ കപ്പിൾ ആതിര നൂറ. വെരി പിന്നെ 2 പെണ്ണുങ്ങൾ വരച്ച. പിന്നെ ഞാൻ പിന്നെ ഇതൊക്കെ ഞാൻ സ്ഥിരം കാണാത്ത പരിപാടികളാണ്. തിരിച്ച് കറക്റ്റ് 2 പെണ്ണുങ്ങൾ ഉമ്മാക്കാൻ പോണത്. അത് പിന്നെ 2 പെൺകുട്ടി മാത്രമായിക്കില്ല. നല്ല പെയിന്റ്. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. പക്ഷെ ബുദ്ധി എത്തി എനിക്ക് മനസ്സിലായി. അല്ലേ നല്ലതല്ലേ? അടിപൊളിയായിട്ട് കൊള്ളാവുന്നുണ്ട്. ലാസ്റ്റ് വൺ സരികയും ആദിലെ പോലെയാണ് പക്ഷെ കാണാൻ. ലാസ്റ്റ് വൺ സ്കൂളിൽ മാച്ചിട്ടില്ല. നീ കണ്ടു? I swear. കണ്ടോ? ഇല്ല കണ്ടു. ഇതാണ് നിന്റെ പെയിന്റിംഗ് ഈസ് വെരി ബാഡ്. ഇതെല്ലാം വ്യക്തമാണല്ലോ. ഇത് മീശ താടി അതിലൊന്നും പിടിക്കാൻ പറയരുത്. നെവിൻ എന്തായിരുന്നു നോക്കട്ടെ. ആ ഫ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോ മനസ്സിലായി. ആള് വരെ കിട്ടിയില്ല, പക്ഷെ ഫ്രിഡ്ജ് കിട്ടിയപ്പോ നെവിൻ കറക്റ്റ് കിട്ടി. സെറ്റായി. ഫൈനൽ ചാൻസ്, ലാസ്റ്റ് ചാൻസ് അവിടെ. ഞാൻ നന്നായിട്ടാണ് കളിക്കുന്നത്. നീ നന്നായിട്ടുള്ള ഉറക്കല്ല. കോൺഫിഡൻസ് കണ്ടോണ്ട് ആറ്റിറ്റ്യൂഡ്. ആരായിരിക്കും മറ്റേത്? ഇവിടെ എനിക്ക് എല്ലാ മൂവ് അറിയാം. ഓക്കെ ബുദ്ധിപരമായി നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്താ ഇവിടെ കാണിച്ചു? ബോക്സും 2 പെണ്ണുങ്ങളും. പൊത്തപ്പിനിടയിൽ ഞാനും നീയും. നീയാണോ ജിസേൽ? ആര്യൻ, റെന ഫാത്തിമ. തിരിച്ച് പൊതപ്പ്. ഓക്കെ അത് പൊതപ്പ് വരച്ചു അല്ലേ? പൊത്തപ്പിനിടയിൽ ഞാനും നീയും ജിസേൽ. ആണോ? അയ്യാ ഞാൻ നിർത്തി പോവാണ്. ഞാൻ പോവാണ്. ഇത് വരയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പിക്ചർ. നിനക്ക് എന്തെങ്കിലും ചെയ്താൽ പോരെ? നിന്നെ കാണിച്ചു ജിസേലും. ഇവൻ എന്നെ ഇങ്ങനെ വരുന്നോണ്ട് ഞാൻ നന്നായിട്ട് വരച്ചു. ഇവൻ മനസ്സിലാക്കി. ഇതെന്നതാണ്? ഇതാ വീടിന്റെ അകത്തൊരു ഭൂതത്താന്റെ ഫോട്ടോ ആണ്. നീ മാത്രം തിളങ്ങിയിരിക്കുന്നു ഗ്യാങ്ങില്. മേക്കപ്പ് ആണത്. ഇനി ഇതുവരെ എന്നോട് ബ്യൂട്ടി കണ്ട ഞാൻ എത്ര നല്ലതായിട്ട് നിന്റെ മുടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡില് മറ്റേ മുട്ട. ഇവന്റെ മുടി ഇങ്ങനെ. എന്റെ ഒരു സൈഡിൽ മുടി, മറ്റേ സൈഡ് മുട്ട. അതല്ലേ? അത് കാണത്തില്ല. കാണത്തില്ല. ഇവിടെ എന്നെ മൊട്ടാക്കിയില്ലേ? പൊതപ്പിന്റെ അകത്ത് ഇത്ര നല്ല. വർഷങ്ങൾക്ക് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് നമ്മുടെ കോളേജിൽ റീയൂണിയൻ പോലൊക്കെ നമ്മൾ വരുന്ന സമയമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നു, വർഷങ്ങൾക്കപ്പുറം ഒരാളെ മറക്കാതെ ഏറ്റവും ഭംഗിയുള്ള മെമ്മറി ആലോചിക്കുന്നതും ആരെയായിരിക്കും? അനീഷ്. എനിക്ക് ഏറ്റവും ബ്രില്യൻ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ഒരു നമ്മളതിങ്ങനെ പിന്നെയും അക്ബർ. ഓക്കെ, അക്ബറിനോട് ഇഷ്ടം പോലെ ആ വീട്ടിൽ ഉണ്ടായ ഒരു ബോണ്ടും ഉണ്ടായ ഒരു എക്സ്ചേഞ്ചിങ് ഓഫ് രാത്രി 3 o'clock വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും പറയണത്, പക്ഷെ അവനും അതുക്കും മേലെ പൊട്ടത്തരം പറയും. നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ട് ആ ഒരു ഗെയിം അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സൂപ്പർ ബന്ധമായിരുന്നു സംഭവം. അപ്പാണിയും. ആൻഡ് ഫൈനലി നമ്മൾ
ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏറ്റവും ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവായിട്ട് കാണുന്നത് ഭയങ്കരമായിട്ടൊരു ഇതെല്ലാം പറഞ്ഞിട്ട് പൊതുപ്പ് കാണിച്ചു ഭയങ്കര ഹിറ്റായിരുന്നു, ഫുൾ പ്രോമോ ആയിരുന്നു. ഭംഗിയായിട്ട് പാടുന്നുണ്ട് ആരും. നല്ല अनिल का एक्सप्रेशन ഇങ്ങനെയൊക്കെ. ഓക്കെ, നീലാണ് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ഈ സോങ്ങിൽ ആ ഒരു ഇനി നെക്സ്റ്റ് അപ്പോഴാണ് അനിൽ ഡിസൈഡഡ് അതെ അതെ ഇനി ഇവര് വിടത്തില്ല വിടത്തില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു സിംഗ് പാട്ടോട് കൂടിയിട്ട് എന്തെങ്കിലും ഇഷ്ടമില്ല എന്നുള്ള സാധനം തന്നെ അങ്ങനെ പറയാം. ആരും എനിക്ക് ഇതിന് ഇഷ്ടമില്ല എന്നുള്ള പറയുമ്പോൾ ജസ്റ്റ് ഒരു സോങ് എന്തെങ്കിലും, അല്ല സെയിം സോങ് ആണെങ്കിൽ രസമുണ്ട് നല്ല. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. താങ്ക് യു താങ്ക് യു സോ മച്ച്. അവൻ BB7 എന്നീ വർഷങ്ങൾക്കപ്പുറം ഓർത്ത് വെക്കുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ തന്നെയായിരിക്കും. BB7 നിങ്ങൾ രണ്ടുപേരില്ലാതെ പൂർണ്ണമാവില്ല, പ്രേക്ഷകർ നിങ്ങളില്ലാതെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. നമ്മൾ ഇനി നെക്സ്റ്റ് കാണാം. ഓക്കെ.